السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا ومولانا محمد. മലിക്കുൽ മുളഫർ ചരിത്രത്തിലെ മീലാദ് വിസ്മയം എന്നതിനെ അധികരിച്ചാണ് വിനീതൻ സംസാരിക്കുന്നത്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്ന സമയത്തൊക്കെ മലിക്കുൽ മുളഫറിനെയും പരാമർശിക്കപ്പെടാറുണ്ട്. കാരണം അതിവിപുലമായ തോതിൽ അദ്ദേഹത്തിൻ്റെ മുൻകാലത്തെ അപേക്ഷിച്ച് മലിക്കുൽ മുളഫർ നബിദിന സമ്മേളനം പൂർവകാലത്ത് നടത്തി എന്നുള്ളതാണ് അതിന് ഹേതു. ഈ സമയത്ത് മലിക്കുൽ മുളഫർ ആരാണ് എന്ന് പുതിയ കാലത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിജറ 549 ജനിച്ച് 630 വഫാത്ത് വരിച്ച രാജനെ കുറിച്ചാണ്, അദ്ദേഹമാണ് മുളഫർ രാജാവ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പരാമർശിക്കുന്നത്. അങ്ങനെ പറയുന്നത് സമാനമായ പേരിൽ തന്നെ മറ്റു പല രാജാക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട്. നബിദിനാഘോഷ ചർച്ചകളിൽ കടന്നു വരുന്നത് ഈ പറയപ്പെട്ട ഹിർബൽ ഭരിച്ച രാജാവാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒട്ടനേകം ചരിത്ര പണ്ഡിതന്മാർ കൃത്യമായി അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഹാഫിള് ഇബ്നു കസീർ തൻ്റെ അൽ ബിദായത്തു വന്നിഹായയിലും, അൽ ഹാഫിള് ഇബ്നു ഖല്ലിഖാൻ തൻ്റെ വഫയാത്തുൽ അഹ്യാനിലും, ഇബ്നുൽ ഇമാദ് ഷഹറാത്തുൽ ദഹബിലും, സിബത്ത് ഇബ്നുൽ ജൗസി മിർആത്തുസ് സമാനിലും, ഇമാം സുയൂത്തി ഹാവിലുൽ ഫതാവയിലും, ഹാഫിളുൽ ദഹബി തൻ്റെ താരീഖിലും ഉൾപ്പെടെ ഒട്ടനേകം ഗ്രന്ഥങ്ങളിൽ മലിക്കുൽ മുളഫറിനെ രാജകീയമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. മലിക്കുൽ മുളഫർ വെറും ഒരു രാജാവായിരുന്നില്ല, വലിയ നീതിമാനായ ബുദ്ധിമാനായ വലിയ പണ്ഡിതനും കൂടിയായിരുന്നു മലിക്കുൽ മുളഫർ. ഇബ്നു കസീർ തന്റെ താരീഖിൽ ഉദ്ധരിക്കുന്നുണ്ട്, കാന ഷഹ്മൻ ശുജാഅൻ ബതലൻ ആഖിലൻ ആലിമ. വലിയ ധീരനായിരുന്നു അദ്ദേഹം, വലിയ ബുദ്ധികൂർമ്മനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, വലിയ നീതിമാനായ രാജാവായിരുന്നു. എന്നു മാത്രമല്ല, വത്വാലത്ത് മുദ്ദത്തുഹു ഫിൽ മുൽക്കി ഇലാ അൻ മാത്. അദ്ദേഹത്തിന്റെ രാജഭരണം രാജാവായിട്ട് തന്നെയാണ് മരണം വരെയും അദ്ദേഹം ജീവിച്ചത്. ഇടക്കാലത്ത് അതിന്റെ ഭരണ കാലയളവ് നഷ്ടപ്പെടാതെ തന്നെ നീതിബോധവും പാണ്ഡിത്യവും അദ്ദേഹത്തെ മരണം വരെ കൊണ്ടെത്തിച്ചു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതോടുകൂടെ തന്നെ ഒരു രാജാവാണെങ്കിലും രാജകീയ പ്രൗഢിയിൽ കഴിയാതെ രാജാവാണ് എന്നതിൻ്റെ പേരിൽ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് സമാനമായ രൂപത്തിൽ ആർഭാട ജീവിതം നയിക്കാതെ വളരെ ലാളിത്യത്തിന്റെ ഉടമയായിട്ടായിരുന്നു മലിക്കുൽ മുളഫറിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ഭാര്യ റബീഅത്ത് തന്നെ അതിനെ അടയാളപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ബഹുമാന്യനായ സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ സഹോദരിയാണ് മുളഫർ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ. മഹദി പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന ഖമീസഹു കാന മിൻ ഖിർബാസിൻ ഗലീദ്. അദ്ദേഹം സാധാരണയായി ധരിക്കാറുള്ള അദ്ദേഹത്തിന്റെ ഖമീസ്
വളരെ നേർത്ത ലാ യുസാവ ഖംസത ദറഹിം, ഒരു 5 ദിർഹമിന് പോലും കടപിടിക്കാത്ത വളരെ താഴ്ന്ന വിലയുള്ള വസ്ത്രമാണ് ഹിർബൽ ഭരിച്ചിരുന്ന മലിക്കുൽ മുളഫർ ധരിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും താനൊരു രാജാവാണ്, ഒരു നാടിനെ ഭരിക്കുന്നവനാണ്, നേരത്തെ പരാമർശിച്ചതുപോലെ ഒരു പണ്ഡിതനും കൂടിയാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ലാളിത്യമായിരുന്നു. പക്ഷേ തന്റെ സഹധർമ്മിണിക്ക് ഈ വിഷയത്തിൽ അല്പം നീരസം അനുഭവപ്പെട്ടപ്പോ അതിനെക്കുറിച്ചാണ് മഹദി പരാമർശിക്കുന്നത്. ഒരു നീരസത്തോടുകൂടെ തന്നെ മഹദി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. തുടരുന്നു, വഅതബ്തുഹു ഫീ ദാലിക, ഇതിനെക്കുറിച്ച് ഞാൻ ഭർത്താവിനോട് ഒരു ആക്ഷേപസ്വരത്തിൽ തന്നെ പറയുകയുണ്ടായി. ഫഖാല, അദ്ദേഹത്തിന്റെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ആ രാജാവ് പറഞ്ഞത്, ലുബ്സി സൗബൻ ബി ഖംസ, ഒരു 5 ദിർഹമിനുള്ള 5 ദിർഹം മൂല്യമുള്ള ഒരു വസ്ത്രം ഞാൻ ധരിക്കുന്നതും, വഅതസദ്ദഖ ബിൽ ബാക്കി, മറ്റെന്റെ സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ഖജനാവിലുള്ളത് അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്തത്തിലുള്ളത് ഞാൻ അതുകൊണ്ട് സ്വദഖ നൽകുന്നതും, ഖൈറും മിൻ അൻ അൽബസ സൗബൻ മുസമ്മന, വിലമതിക്കുന്ന അമൂല്യമായ രത്നങ്ങളും മുത്തുകളും മാണിക്യങ്ങളും ഒക്കെ കൊത്തിച്ചേർത്തു വെച്ച വലിയ വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ ഉത്തമമല്ലേ മോളെ എന്ന് പ്രിയ പത്നിയോട് ചോദിക്കുന്നുണ്ട്. അതോടുകൂടെ സാധുജനങ്ങൾ, വളരെ പാവപ്പെട്ടവർ, ഒരു സാന്ത്വനം ആഗ്രഹിക്കുന്ന പച്ചപ്പാവങ്ങൾ എന്റെ നാട്ടിലുണ്ട്, എന്റെ ഭരണപ്രദേശത്തുണ്ട്, എന്റെ പ്രജകളായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ വലിയ വിലമതിക്കുന്നവ ഉപയോഗപ്പെടുത്തിയിട്ട് ആ പാവങ്ങളെ ഉപേക്ഷിക്കുകയാണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് ആ ഭാര്യയോട് ബഹുമാനപ്പെട്ട മലിക്കുൽ മുളഫർ പറയുന്നതായിട്ട് മിർആത്തുസ്സമാനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന ആ മഹാൻ വളരെ ലളിത ജീവിതത്തിന്റെ ഉടമ കൂടിയായിരുന്നു. മറ്റൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്, മുളഫർ രാജാവിനെ കുറിച്ചാണ് ആരോപണം ഉന്നയിക്കാറുള്ളത്. അഥവാ മുളഫർ രാജാവാണ് ആദ്യമായി മൗലിദ് നടത്തിയത് എന്ന്. അതിനും നമുക്കറിയാം അല്ല എന്ന് തന്നെയാണ് അതിന്റെ മറുപടി. മൗലിദ് എന്നുള്ളത് നബി പ്രവാചക ശ്രേഷ്ഠർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കളെ കുറിച്ചുള്ള കീർത്തനങ്ങളാണ്. പാടിയിട്ടാകാം, പറഞ്ഞിട്ടാകാം, വ്യത്യസ്ത രൂപങ്ങളിൽ കീർത്തനങ്ങൾ വരാം. അത് അംഗീകരിക്കപ്പെട്ടതാണ് വിശുദ്ധ ഇസ്ലാമിൽ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിന് കൃത്യമായിട്ട് അനുവാദം നൽകിയിട്ടുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാ അർത്ഥത്തിലും മൗലിദ് എന്നുള്ളത്, നബിദിന ആഘോഷം എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടതാണ്. പിന്നെ എന്താണ് രാജാവിനെ കുറിച്ച് അഥവാ മലിക്കുൽ മുളഫറിനെ കുറിച്ച് ആദ്യം തുടങ്ങിയത് എന്നുള്ള പരാമർശത്തിന് പറയുന്നത് ബഹുമാനപ്പെട്ട അബൂ ഷാമ റളിയല്ലാഹു അൻഹു, ബഹുമാന്യനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യർ കൂടിയാണ്. മഹാനവറുകൾ അതിനെപ്പറ്റി മറുപടി പറയുന്നുണ്ട്. മുളഫർ രാജാനല്ല, മലിക്കുൽ മുളഫർ അല്ല ആദ്യമായിട്ട് മൗലിദാഘോഷം തുടങ്ങി വെച്ചത്. ആ രാജാവിന് മുമ്പും മൗലിദാഘോഷം കൃത്യമായി നടന്നിട്ടുണ്ട്. വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൂസിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള വലിയൊരു ഗംഭീരമായിട്ട് ആഘോഷ പരിപാടി നടത്തുന്നത് ഷെയ്ഖ് ഉമർ ബിൻ മുഹമ്മദുൽ മല്ല എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനാണ്. വെറും മനുഷ്യനല്ല, അഹദ സ്വാലിഹീനൽ മഷ്ഹൂരീൻ, വലിയ സ്വാലിഹീങ്ങളിൽപ്പെട്ട സജ്ജനങ്ങളിൽപ്പെട്ട വലിയൊരു മനുഷ്യനാണ്. ഉമറുൽ മുല്ല എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതിന് വലിയ തോതിൽ, വലിയ വിപുലമായ തോതിൽ തുടക്കം കുറിക്കുന്നത്. വബിഹി ഇഖ്തദാ ഫീ ദാലിക സ്വഹിബു ഇർബൽ ഭരിച്ച മുളഫർ രാജാവ് അദ്ദേഹത്തോട് പിന്തുടർന്നു എന്നു മാത്രം. ബഹുമാനപ്പെട്ട ഉമറുൽ മുല്ലയെ കുറിച്ച് ബഹുമാനികളാകുന്ന പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വകാന ബിൽ മൂസിലി ശൈഖുൻ സാലിഹുൻ യുഅറഫു ബി ഉമറുൽ മുല്ല. ഉമറുൽ മുല്ല എന്ന് പറയുന്ന വലിയൊരു സാലിഹായ വലിയൊരു പണ്ഡിതൻ ജീവിച്ചിരുന്നു. വകാനൽ ഉലമാഉ വൽ ഫുഖഹാഉ വൽ മുലൂകു
യസൂറൂനഹു ഫി സാവിയതിഹി വയതബറഖൂന ബിഹിമ്മതിഹി. അഥവാ ഉമറുൽ മുല്ല എന്നുള്ളത് ഒരു ചില്ലറക്കാരനല്ല, ഒരു വെറും സാധാരണക്കാരനല്ല. ആ മനുഷ്യൻ വലിയ പണ്ഡിതനാണ്, വലിയ നല്ലൊരു മനുഷ്യനായിരുന്നു. അക്കാലത്തെ സമകാലികരായ പണ്ഡിതന്മാരൊക്കെ, ഫുഖഹാക്കളൊക്കെ, രാജാക്കളും അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലും വിസിറ്റ് ചെയ്യാറുണ്ടെന്നും എത്രത്തോളം അദ്ദേഹത്തെ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ടെന്നും മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ ഉമറുൽ മുല്ലയാണ്. ആ ഉമറുൽ മുല്ല ഈ മുളഫർ രാജന് മുമ്പ് വലിയ മൗലിദ് സമ്മേളനം നടത്തി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഈ മലിക്കുൽ മുളഫറിനെ കുറിച്ച് പറയേണ്ടത് എന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖീർ റഹ്മഹുല്ലാ തങ്ങൾ തന്റെ റൂഹുൽ ബയാനിൽ അവതരിപ്പിക്കുന്നുണ്ട്, നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി സ്വാഹിബു ഇർബൽ. അഥവാ വഅവ്വലു മൻ അഹ്ദസ, ഈ വിഷയത്തെ ഇങ്ങനെ കൊണ്ടുവന്നത് സ്വാഹിബു ഇർബലാണ്. അഥവാ നമ്മൾ പരാമർശിക്കുന്ന മുളഫർ രാജാവ് തന്നെയാണ്. പക്ഷേ അവിടെ അദ്ദേഹം പരാമർശിക്കുന്ന ഒരു വരിയുണ്ട്, മിനൽ മുലൂക്കി, രാജാക്കളിൽ നിന്നാണ് ഇങ്ങനൊരു പുതിയതായൊരു സമ്പ്രദായം മുളഫർ രാജൻ കൊണ്ടുവന്നത്. അല്ലാതെ ആദ്യമായിട്ട് മുളഫർ രാജനാണ് മൗലിദാഘോഷം കൊണ്ടുവന്നത് എന്നതിന് അർത്ഥമാക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട മുളഫർ രാജാവ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ ലാളിത്യത്തിന്റെ ഉടമയായിരുന്നു, പണ്ഡിതനായിരുന്നു, ബുദ്ധിമാനായിരുന്നു. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവും ഇഷ്കും പുലർത്തിയിരുന്നു. നേരത്തെ ചെറിയ ലളിത ജീവിതത്തിലൂടെയായിരുന്നു തന്റെ ജീവിതമെങ്കിലും തന്റെ ഭരണ ക്രമങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നിർവഹിക്കുമ്പോഴും തന്റെ ജീവിതം വളരെ ലളിതമായിരുന്നുവെങ്കിലും തിരു റസൂൽ പ്രവാചക ശ്രേഷ്ഠർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് ചുരുക്കമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഗംഭീരമായി തന്നെ അതിവിപുലമായി തന്നെ മുളഫർ രാജാവ് തന്റെ മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചു എന്ന് മാത്രം. ഈ വിപുലമായ സംഘാടനമാണ്, ഇത്രയും വിപുലമായിട്ട് പ്രവാചക ശ്രേഷ്ഠരുടെ മൗലിദ് ആഘോഷമായി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോഴും അല്ലെങ്കിൽ പൂർവ്വകാലത്തുമുള്ള വിശുദ്ധ ഇസ്ലാമിനകത്തുള്ള അഹ്ലുസുന്നയുടെ എതിരാളികൾക്ക് അദ്ദേഹം അനഭിമതനായി മാറാനുള്ള കാരണം. മുളഫർ രാജാവ് പ്രവാചക ശ്രേഷ്ഠ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ മൗലിദ് വലിയ ഗംഭീരമായി തന്നെ നടത്തിയതായിട്ട് ഒട്ടേറെ ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിബ്ത് മിനൽ ജൗസി റഹ്മഹുല്ലാ തങ്ങൾ തന്റെ മിർആത്തുസ് സമാനിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ഹക്കാലി ബഅദു മൻ ഹളറ സിമാത്തുൽ മുളഫർ രാജാവിന്റെ സമ്മേളന സദസ്സിൽ മൗലിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ചിലർ നമ്മോട് പറഞ്ഞു തന്ന വിഷയങ്ങളുണ്ട്. അന്നഹു അദ്ദ ഫീഹി 5000 റഅസി ഗനം, 5000 ആടുകള് അദ്ദേഹം അന്നത്തെ സദസ്സില് അറുത്ത് ഭക്ഷണത്തിനു വേണ്ടി വിതരണം ചെയ്യാറുണ്ട്. 10,000 ദജാജ, 10,000 കോഴികള് മുളഫർ രാജാവിന്റെ മൗലിദ് സമ്മേളനത്തിനു വേണ്ടി അറുക്കപ്പെടാറുണ്ട്. 100 ഫറസിൻ, 100 കുതിരകളും അതുപോലെ തന്നെ 1,00,000 വരുന്ന നെയ് പാത്രങ്ങളും അതുപോലെ 30,000 മധുര പലഹാരങ്ങളും മഹാനവറുകൾ അന്നത്തെ സദസ്സിൽ സംഘടിപ്പിക്കാറുണ്ട്, വിതരണം ചെയ്യാറുണ്ട്. ഞാനിത് പറയുമ്പോ വർത്തമാന കാലഘട്ടത്തിൽ മൗലിദിനെ അംഗീകരിക്കുന്നവർ വരെ, നമ്മളൊക്കെ സംഘടിപ്പിക്കുന്നവർ വരെ, വലിയ സമ്പന്നർ വരെ നമ്മുടെ മൗലിദ് സംഗമങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ആ സംഘടിപ്പിക്കുന്നതിനും പരിമിതിയുണ്ട്. പക്ഷേ പരിമിതിയില്ലാതെ ആയിരുന്നു മുളഫർ രാജൻ സംഘടിപ്പിച്ചത്. 5000-ഉം 10,000-ഉം 1,00,000-ഉം ഒക്കെ വരുന്നതായ എണ്ണം വരുന്ന മധുര പലഹാരങ്ങളും ആടും കോഴിയുമൊക്കെ അറുക്കുന്നതും വിതരണം ചെയ്യപ്പെടുന്നതുമായിരുന്നു ബഹുമാനപ്പെട്ട മുളഫർ രാജന്റെ മൗലിദ് സദസ്, മൗലിദ് സമ്മേളനം, മൗലിദാഘോഷം എന്നു മാത്രമല്ല ആ രാജാവിന്റെ മലിക്കുൽ മുളഫറിന്റെ രാജകീയ സന്നിധിയിൽ വെച്ച് നടത്തപ്പെടുന്ന മൗലിദാഘോഷത്തിൽ വെറും ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രജകൾ വന്ന് പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും കയറി ഇറങ്ങി പോകുന്നതോ അല്ല. അക്കാലത്ത് ജീവിച്ചിരുന്ന വലിയ പൗരപ്രമുഖരും പണ്ഡിത ശ്രേണിയിൽ ഉന്നത തലത്തിൽ വിരാജിച്ചിരുന്നവരും അന്ന് പങ്കെടുത്തവരായി കാണാം. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അംബാഉൽ ഉമർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്,
ഉമിലൽ മൗലിദ് സുൽത്താനിയു, അദ്ദേഹത്തിന്റെ മൗലിദ് സുൽത്താനിയായ മൗലിദ് തന്നെയായിരുന്നു, അഥവാ രാജകീയ പ്രൗഢിയിൽ നടത്തപ്പെടുന്നത് തന്നെയായിരുന്നു, നിസാരമായ മൗലിദല്ല. വഹളറൽ മശായിഖു വൽ ഖുലാത്തു, അന്നത്തെ വലിയ വലിയ ഖാലിമാരും വലിയ വലിയ ശൈഖുമാരും അദ്ദേഹത്തിന്റെ മൗലിദ് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അൽ മഖ്രിസി റഹ്മത്തുള്ളാഹി തങ്ങളുടെ കിതാബുസ് സുലൂഖ് ബിമഅരിഫത്തി ദുവലിൽ മുലൂക്ക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. അമല സുൽത്താനുൽ മൗലിദ് അൻ-നബവിയ, ബഹുമാനപ്പെട്ട രാജാവ് മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന ആ വലിയ മഹാൻ, അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്, എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. ആ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമില് വഹളറ ശൈഖുൽ ഇസ്ലാം സിറാജുദ്ദീൻ ഉമറുൽ ബുൽഖീനി റഹ്മഹുല്ലാഹ് തങ്ങള്, വശൈഖ് ഇബ്രാഹിം ഇബ്നു സക്കാ വഖുദാത്തുൽ ഖുലാം, അഥവാ ബഹുമാനപ്പെട്ട ശഫീഇ മദ്ഹബിലെ പണ്ഡിത ശ്രേണിയിലെ വലിയ മനുഷ്യനാണ്, വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം സിറാജുദ്ദീൻ ഉമറുൽ ബുൽഖീനി റഹ്മഹുല്ലാഹ് തങ്ങള്. ഒട്ടേറെ ഗ്രന്ഥരചന നടത്തിയ മഹാനാണ്, നിസാരക്കാരനല്ല. മഹാനവറുകൾ അദ്ദേഹത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. ഷെയ്ഖ് ഇബ്രാഹിം ഇബ്നു സക്കാ റഹ്മഹുല്ലാഹ് തങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വഖുലാത്തുൽ ഖുലാത്തി, വലിയ വലിയ ഖാലിമാരൊക്കെ അന്നത്തെ സമ്മേളന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. വഇദ്ദത്തും മിൻ ശുയൂഖിൽ ഇൽമി, വലിയ പണ്ഡിത പടുക്കള് അവിടുത്തെ സാന്നിധ്യമുണ്ടായിരുന്നു. നോക്കണം, അവിടുത്തെ സമ്മേളന സദസ്സിനെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ടവർ അടയാളപ്പെടുത്തി തരുന്നുണ്ട്. വെറും വന്നു പോക്കല്ല. വജലസ സുൽത്താനു വഅൻ യമീനിഹിൽ ബുൽഖീനിയു, രാജാവ് തന്റെ സദസ്സിൽ വന്നിരിക്കുന്നു, മുളഫർ രാജാവ് വന്നിരിക്കുന്നുണ്ട് തന്റെ സമ്മേളനത്തില്. മൗലിദ് സമ്മേളനമാണ് നടക്കുന്നത്, അവിടെ വന്നിരിക്കുന്നുണ്ട്. വഅൻ യമീനിഹിൽ ബുൽഖീനി, തന്റെ വലതുവശത്ത് ബഹുമാനനായ ബുൽഖീനി ഇമാമ് ഇരിക്കുന്നുണ്ട്. വബ്നു സക്കാ, ബഹുമാനപ്പെട്ട ഇബ്നു സക്കാ തങ്ങളും തന്റെ വലതുവശത്തിരിക്കുന്നുണ്ട്. വഅൻ യസാരിഹി ശൈഖ് അബൂ അബ്ദില്ലാഹിൽ മഗ്രിബി, ബഹുമാനപ്പെട്ടവരുടെ ഇടതുവശത്ത് അബൂ അബ്ദില്ലാഹിൽ മഗ്രിബി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇരിക്കുന്നുണ്ട്. ആരാണവര്? വതഹ്തഹുൽ ഖുലാത്തു, അവർക്ക് കീഴിൽ തന്നെ ഒട്ടനേകം ഖാലിമാരുണ്ട്. അത്തരത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ മൗലിദ് സദസ്സിൽ, മൗലിദ് സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. തീരുന്നില്ല. വഹളറൽ ഉമറാഉ, അവിടെയും അന്നത്തെ നാട്ടിലെ പൗരപ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. പൗരപ്രമുഖരുടെയും വലിയ സാന്നിധ്യം തന്നെയാണ്. വജലസു അലാ ബുഅദിൻ മിൻഹു, രാജാവിനോട് അല്പം അകലെയായിട്ട് ആ നാട്ടിലെ പ്രമാണികളും പങ്കെടുക്കുന്നുണ്ട്, അവരും ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഫലമ്മാ ഫറഗൽ ഖുറാഉ മിൻ ഖിറാഅത്തിൽ ഖുർആൻ, നോക്കണം, അദ്ദേഹത്തിന്റെ മൗലിദ് സദസ്സിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ പങ്കെടുക്കുന്ന സദസ്സിൽ നിന്ന് ഖുർആനിന്റെ പാരായണം പൂർത്തിയാകുന്ന സമയത്ത് നമ്മുടെയൊക്കെ സദസ്സിൽ നടക്കുന്നത് പോലെ തന്നെ ഓരോ പ്രഭാഷകർ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ്. വലിയ അക്ബർ മൗലിദ് നടക്കുമ്പോ, വലിയ മൗലിദ് സദസ്സ് നടക്കുന്ന സമയത്ത് ഒരു പ്രഭാഷകനിൽ ഒതുങ്ങാതെ ഒരുപാട് പ്രഭാഷകർ ഒന്നിനു പുറകെ ഒന്നായിട്ട് തിരുറസൂലിന്റെ, പ്രവാചക ശ്രേഷ്ഠരുടെ, മുത്തുറസൂലിന്റെ ആ തിരുജന്മത്തിന്റെ മഹത്വങ്ങൾ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രഭാഷകരും കടന്നു വന്നിട്ട്. എന്നു മാത്രമല്ല, അവിടുന്ന് തിരുറസൂലിന്റെ, പ്രവാചക ശ്രേഷ്ഠരുടെ മൗലിദ് അവിടുന്ന് ആഘോഷിക്കുകയാണ്, ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്നും തീരുന്നില്ല. അവിടെ വന്നവർക്കൊക്കെ, ആഗതർക്കൊക്കെ, വന്ന് തിരിച്ചു പോകുന്നവർക്കൊക്കെ നേരത്തെ പറഞ്ഞ ഭക്ഷണം കൊടുക്കുന്നതിന് പുറമെ ആടും കോഴിയും മധുര പലഹാരങ്ങളുമൊക്കെ വിതരണം ചെയ്യുന്നതിന് പുറമെ അവിടെ നിന്ന് നമ്മുടെ ഭാഷയിലുള്ള കൈമടക്കും കൊടുത്താണ്. അഥവാ നല്ല വെള്ളിക്കീറ്റ് 400 ദിർഹം വരുന്ന വെള്ളിക്കീറ്റ് വന്നവർക്കൊക്കെ നൽകുന്നുണ്ട് മുളഫർ രാജൻ, നമ്മുടെ മലിക്കുൽ മുളഫറിന്റെ വിസ്മയത്തെ കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത്. വിസ്മയം തന്നെയാണ്, അത്ഭുതം തന്നെയാണ്, രാജകീയ പ്രൗഢിയാണ് അവിടുത്തെ മൗലിദ് മജ്ലിസിന്, മൗലിദ് സമ്മേളനത്തിന്. രാജാവിന്റെ സന്നിധിയിൽ തന്റെ കൊട്ടാരത്തിൽ പണ്ഡിതന്മാരെയും സമകാലികരായ പണ്ഡിതന്മാരെയും
പ്രമാണികളെയും നാട്ടുപ്രമുഖരെയും ഒക്കെ പങ്കെടുപ്പിച്ചാണ് അദ്ദേഹം അവിടെ മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുന്നത്. ആകയാൽ മുദഫർ രാജന്റെ മൗലിദ് സദസ്സ് ആദ്യത്തേതല്ല, നേരത്തെ പറഞ്ഞു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ വരികൾ നമുക്ക് ഓർമ്മയുണ്ട്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ പരാമർശം ഈ പറഞ്ഞത് അതിനു മുമ്പ് രാജാവിന്റെ മുമ്പ് മുദഫർ രാജാവിന്റെ മുമ്പ് മൗലിദ് ഇല്ലെന്നല്ല, രാജകീയ പ്രൗഢിയിലെ രാജാവിന്റെ സന്നിധിയിലെ രാജകൊട്ടാരത്തിലെ മൗലിദാണ് ആദ്യമായിട്ട് അങ്ങനെ നടന്നത് എന്നു മാത്രമല്ല, നേരത്തെ ഉദ്ധരിച്ചു ഈ രാജാവിന് മുമ്പും രാജകീയ പ്രൗഢിയില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഉമറുൽ മുല്ല എന്ന് പറയുന്നവരും ഇതുപോലെയുള്ള സമാനമായ മൗലിദ് സദസ്സ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു സമ്മേളന സമാനമായ രൂപമില്ലെങ്കിലും പ്രവാചക ശ്രേഷ്ഠയുടെ കാലം മുതൽ തന്നെ അവിടുത്തെ മുഖത്തു നോക്കി തന്നെ അവിടുത്തെ കീർത്തനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കീർത്തനങ്ങളെ പരാമർശിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ തിരുമൗലിദിന്റെ വലിയ സന്തോഷമാണ് നമുക്കിന്നും അനുഭവിക്കാനുള്ളത്. മുദഫർ രാജനും നമുക്ക് വലിയ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ, കുറവുകളൊക്കെ പരിഹരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.